നമസ്കാരം. വർഗീയവാദിയാക്കി ചിത്രീകരിച്ച് കമന്റ് ചെയ്യുന്നവർക്ക് മറുപടിയുമായി നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി. ബ്രാഹ്മണനാകണമെന്ന് പറഞ്ഞതിനെ അവർ വളച്ചൊടിക്കുകയാണെന്നും വസ്തുത അറിഞ്ഞ ശേഷം മാത്രം വിമർശിക്കാൻ വരൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു അഭിമുഖത്തിലാണ് സുരേഷ് ഗോപി ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്റെ ജീവിതം അയ്യനുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ജനിച്ചു വീണ വീട്ടിലെ പ്രധാന ആരാധനാമൂർത്തി അയ്യപ്പനാണ്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിലെ ആചാരമനുസരിച്ച് മണ്ഡലകാലമായി കഴിഞ്ഞാൽ ശബരിമലയിൽ പോകും. പിന്നെ അതിന്റെ ചിട്ട അനുസരിച്ചാണ് വീട്ടിലെ ബാക്കി കാര്യങ്ങൾ. ശബരിമലയിൽ തന്ത്രിമാരും മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ഹോമം നടത്തുന്നു, വിളക്കു കത്തിക്കുന്നു, എണ്ണ തേച്ച് വിഗ്രഹത്തെ കുളിപ്പിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നൊരു തോന്നലാണ്, സുരേഷ് ഗോപി പറഞ്ഞു. എനിക്കിപ്പോഴും ഭയങ്കര ആഗ്രഹമാണ്. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഞാൻ പൂനൂലിട്ട ബ്രാഹ്മണനായി ജനിക്കും. ഈ പൊട്ടന്മാർ എന്നെ പറ്റി എന്താ വിചാരിച്ചേക്കുന്നേ? ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ അവൻ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. വർഗീയവാദിയാക്കി തന്നെ തേജോവധം ചെയ്യാനാണ് ഇതിന്റെ പേരിൽ അവർ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ സത്യം അറിയണമെങ്കിൽ തന്ത്രി രാജീവരുടെ നമ്പർ തരാം. എത്ര വർഷം മുമ്പാണ് അദ്ദേഹം ഞാൻ ഈ ആഗ്രഹം പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കൂ. 1995 മുതൽ ഞാനിത് അദ്ദേഹത്തോട് പറയുകയാണ്. എന്നെ വർഗീയനായി ചിത്രീകരിച്ച് വ്യക്തിഹത്യ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും കമന്റ് ഇടുന്നുണ്ട് ചില ഊളകൾ, സുരേഷ് ഗോപി വ്യക്തമാക്കി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.